ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മെയ്ഡ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് നല്ല സോഫ്റ്റും പ്ലഫിയും ക്രിസ്പിയുമായിട്ടുള്ള പൂരി തയ്യാറാക്കാം എന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: 1 ടീസ്പൂൺ റവ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം. നോർമൽ വെള്ളമാണ്, തിളപ്പിച്ചാറിയ വെള്ളമൊന്നും വേണ്ട. പിന്നെ 2 കപ്പ് ഗോതമ്പ് പൊടി. ഇവയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിനെക്കാട്ടും കുറച്ചും കൂടി ടൈറ്റായിട്ടുള്ള മാവ് വേണം കുഴച്ചെടുക്കാൻ. വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടിയും കൂടിയിട്ട് കറക്റ്റാക്കി എടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. അധികം സോഫ്റ്റുമാകരുത്, എന്നാൽ ഹാർഡുമാകരുത്. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്ന് 22 പൂരി ഉണ്ടാക്കാൻ പറ്റും. എല്ലാ ബോൾസും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പ്രസ്സർ ഉണ്ടെങ്കിൽ ചപ്പാത്തി പ്രസ്സറിൽ ഈ ഒരു കനത്തിൽ പ്രസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇലക്ട്രിക്കിൻ്റെ ചപ്പാത്തി പ്രസ്സർ ആയതുകൊണ്ട് എണ്ണയൊന്നും തടകണ്ട. നോർമൽ പ്രസ്സറിലാണെങ്കിൽ അപ്പുറം ഇപ്പുറം എണ്ണ തടകിയിട്ട് പ്രസ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പൂരിയും പ്രസ് ചെയ്തെടുക്കാം. ഈ ഒരു കനത്തിൽ വേണം പ്രസ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാനിവിടെ എല്ലാം പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് കുഴിയുള്ള ഒരു ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് പൂരി ഇടാം. പൂരി ഉണ്ടാക്കുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ചെറിയ തീയിലിടരുത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം പൂരി ഇടാൻ. ചെറിയ തീയിൽ വെക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കും, പൊങ്ങിയും വരില്ല. അതുകൊണ്ട് തീ എപ്പോഴും മീഡിയം തീയിൽ തന്നെ വെക്കണം. റവ ഇടുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് എണ്ണ ഉള്ളിലധികം കുടിക്കുകയില്ല. കുഴിയുള്ള പാത്രവും എണ്ണയും നല്ല ചൂടുള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പൊങ്ങി വരും. ഇങ്ങനെ പൊങ്ങി വന്നില്ലെങ്കിൽ ഇതേപോലെ തട്ടി തട്ടി കൊടുക്കുക. അപ്പോൾ മുഴുവനും പഫിയായിട്ട് പൊങ്ങി വരും. എന്നിട്ട് 2 സൈഡും തിരിച്ചിട്ട് ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ എടുക്കുക. അങ്ങനെ എല്ലാ പൂരിയും ഉണ്ടാക്കിയെടുക്കുക.